അപ്പോൾ എല്ലാവർക്കും സെവൻ സീസറിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു റോബറി, ഒരു കളവ് നടത്താൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഒരു വണ്ടി വേണം. നമ്മളിവിടുന്ന് ഒരു വണ്ടി എടുക്കണം. വണ്ടി എടുത്തതിന് ശേഷം നമുക്ക് പോകണം. നമുക്ക് പോയിട്ട് എന്തായാലും ഒരു മോഷണം. ഓ മൈ ഗോഡ്, ആ ജാക്കറ്റ് മാറ്റായിരുന്നു. അതിൽ ഇന്നലെ കൊണ്ട വെടീൻ്റെ പാടൊക്കെ അതേപോലെ ഉണ്ട്. ഫുള്ള് ബ്ലഡാണ്. പെണ്ണുങ്ങൾക്കൊന്നും തോന്നിയില്ലാവോ? ആ വണ്ടി ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. റോണിനെ ഒന്ന് വിളിച്ചു നോക്കാം. യോഹാനെ വിളിക്കാം. യോഹാൻ. ആ ഓക്കെ, നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വണ്ടി കിട്ടി. സംഭവം നല്ല അടിപൊളി വണ്ടിയാണ്. ഇനി എങ്ങനെയുണ്ട് കൺട്രോളൊന്നും നോക്കണം. കുഴപ്പമില്ല. നമുക്ക് ഇതുണ്ടല്ലേ നൈറ്റ് ക്ലബ് ഗുഡ്സ്, അവിടേക്കാണ് പോകേണ്ടത്. നമ്മുടെ അടുത്ത് തന്നെയാണ് സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും റോബറിക്കല്ലേ പോണത്. കുറച്ച് ജാക്കറ്റും വെട്ടിയും ബുള്ളറ്റ് പ്രൂഫൊക്കെ എടുത്തിട്ട് പോവാം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം തലയുണ്ടാവാൻ ചാൻസ് ഇല്ല. തലയല്ല, ജീവൻ തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എൻ്റെ ഡോളറിന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് ഇന്നത്തെ റോബറി എവിടെയാണ്, എന്താണ് മിഷൻ എന്നൊക്കെ നോക്കണം. ഓക്കെ, ഇത്ര സാധനം മതി. വണ്ടി എടുത്തിട്ട് എലീഷ്യൻ ഐലാൻഡിലാണ് പോകേണ്ടത്. ഓക്കെ. ഓ, ഈ മിഷൻ തീർക്കാൻ വേണ്ടി 14 മിനിറ്റാണുള്ളൂ. 14 മിനിറ്റിൽ തീർക്കണം. അപ്പോൾ ഒന്ന് പറത്തി അടിക്കേണ്ടി വരും. അവിടെ പോയിട്ട് എന്താ മിഷൻ എന്നറിയില്ലല്ലോ. പിന്നെ വണ്ടി ഓടിക്കുന്ന ഞാനായതുകൊണ്ട് പറയാനില്ല. പറഞ്ഞു തീർന്നില്ല, കാട്ടിക്കയറി. ആയിക്കോട്ടെ. എന്നാലും എൻ്റെ സ്റ്റോപ്പിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ പുല്ല്, ഇടിയോ ഇടി. ഓക്കെ, എന്നാൽ ബാക്കി നമുക്ക് പോവാം. ആ ഗ്യാപ്പ് എടുത്ത്. അത്യാവശ്യം നല്ല വണ്ടി കേട്ടോ. ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം നല്ലൊരു സ്കിഡിങ് ഉണ്ടെന്നേ ഉള്ളൂ. എവിടെ നിന്നൊക്കെ നല്ല പക്ക കൺട്രോളിലാണ് പോണത്. ഇവിടെ നിൽക്കുന്ന ചെറിയ ബ്രേക്കൊക്കെ ഇട്ടങ്ങ് കയറി. ഓ, വണ്ടിക്കാരൻ പാവം പേടിച്ചു. ഓ, അയാളിങ്ങോട്ട്, അയാൾ റോങ് സൈഡ് എടുത്തിട്ട് കേട്ടോ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുണ്ടാവില്ലായിരുന്നു. നമ്മളിടയ്ക്ക് ബ്രേക്ക് പിടിക്കട്ടെ. സാധാരണ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഗെയിമിങ്ങിലാണെങ്കിൽ ബ്രേക്ക് തൊടാറില്ല. ഓക്കെ ഓക്കെ ചേട്ടാ, സോറി ചേട്ടാ, സോറി. എനിക്ക് 13 മിനിറ്റും കൂടെ ഉള്ളൂ, പിന്നെ ഒന്ന് രക്ഷിക്കാം. എവിടെയാണ് ഈ ഐലൻഡ്? നല്ല ദൂരം ഉണ്ടെന്ന് തോന്നല്ലോ. ഇനി 82 മൈലും കൂടെ ഉണ്ട്. ഓക്കെ, പറത്തി അടിച്ചു വിടാം. ഓ മൈ ഗോഡ്, ഈ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല ബലമുള്ള പോസ്റ്റ്. അനങ്ങിയിട്ടില്ല. പോസ്റ്റ് കാണുമ്പോൾ മാത്രം ചെറിയൊരു വിഷയമുള്ളൂ കേട്ടോ. അല്ലാത്ത സ്ഥലത്തൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഇനി എത്ര? 38 മൈലും കൂടി ഉണ്ട് നമ്മളവിടെ എത്താനായിട്ട്. നമ്മൾ ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട്. ഓക്കെ, എലീസിയൻ ഐലൻഡ്. ട്രക്കുകാരൻ മനുഷ്യനെ ഓണടിച്ച് പേടിപ്പിക്കുമല്ലോ. ഓ മൈ ഗോഡ്, വന്ന മാടി സ്റ്റീൽ ദ പ്രൊഡക്റ്റ്. ഓ, ഇവരുടെ അടുത്തുള്ള സാധനം അടിച്ചു മാറ്റണം. എൻ്റെ ദൈവമേ, വെട്ടിയാണല്ലോ. നമ്മുടെ അടുത്ത് ഉണ്ടാകണ് അടിപൊളിച്ചു. ദൈവമേ, തോക്കെടുക്കാൻ സമ്മതിച്ചില്ല, തീർത്ത് കളഞ്ഞ്. എല്ലാവരും വെടിവെക്കാൻ പോണ ഹെഡ്സെറ്റ് ഇട്ടിട്ട് കോലം. ട്രക്കുകാരിപ്പോൾ പേടിപ്പിച്ച് കൊന്നാനോ മനുഷ്യനെ. അടിപൊളി സാധനങ്ങളെ തോക്ക്. അവിടെ മൊത്തം അമ്മരെ ഇളകി കിട്ടോ. ഓ, വെടി കൊള്ളാൻ തുടങ്ങി. ഓടി വിളിക്കും. സംഭവം എന്തായാലും കോസ്റ്റ്യൂം സെൻസ് സമ്മതിക്കണം. അടിപൊളി, നല്ല രസം കിട്ടും അത് വെച്ച് വെടിക്കാൻ വേണ്ടിയിട്ട്. ട്രക്കുകാർ ഇതിൽ കൂടുതലാണ്. അമ്മരൊക്കെ വെടിവെച്ചിട്ടല്ലോ. നമ്മുടെ അടുത്ത് ഇഷ്ടത്തിനും ഗണ്ണാണുള്ളത്. പല രീതിയിൽ, പല സൈസിൽ മാറ്റി മാറ്റി വെട്ടി വെച്ചോ. ഇതെന്താ സാധനം? മൈ ഗോഡ്, അടിപൊളി സാധനം. ലേസറോ? ഇതേടാ, അതിലാരും പോണ? കൊല്ല്. അത് തന്നെ. എല്ലാം തകർത്തളേ. തലവെട്ടം കണ്ടവന്മാർ വെട്ടി വെക്കാൻ തുടങ്ങും. അതാണ് കുഴപ്പം.
അവന്മാരെ കറക്റ്റ് കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ വെക്കുന്നത് എൻ്റെ ചോരയല്ല ഇവിടെയൊക്കെ കിടക്കണേ. നെഞ്ചത്ത് നിറച്ചും പാടാണ്. വരുമ്പോൾ 2-3 പാടേ ഉണ്ടായിരുന്നു. നമുക്ക് ആ വണ്ടി പൊളിച്ച് കത്തിച്ചളയാം. യെസ്, അത് കത്തിച്ച് നമുക്കിനി അവന്മാരുടെ അടുത്തേക്ക് പോകാം. അവന്മാരുടെ പ്രോഡക്റ്റ് ഇനി 10 മിനിറ്റേ ഉള്ളൂ. സമയമില്ലല്ലോ ദൈവം. 10 മിനിറ്റ് കൊണ്ട് ആ സാധനം കിട്ടുമോ? ഇവന്മാരാണെങ്കിൽ തീരുന്നില്ല. ഒന്ന് ചത്ത ഒന്ന് ചത്ത വന്നുകൊണ്ടിരിക്കുന്നു. ഈ സാധനം സൂപ്പറാട്ടോ. ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഓടാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നൊക്കെയാണ് വെട്ടി വെക്കുന്നത്. പോലീസ് വണ്ടീൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. അറിഞ്ഞാവോ ഇവിടെ വെടിവെപ്പ് നടത്തുന്നു വരുന്നുണ്ട്. അത് ഫയർഫോഴ്സ് ആയിരുന്നു. ഞാൻ തീയിട്ടിട്ടാണോ ദൈവമേ ഫയർഫോഴ്സ് ഒന്നും എന്താ അറിയില്ല. തീയിടാൻ ഭയങ്കര ഉഷാറ്. വേടാ ഈ സാധനം തന്നെ ഇപ്പൊ സൂപ്പർ. ഇത് ഷോക്ക് കൊടുക്കുന്ന സാധനം നല്ല രസമുണ്ടല്ലോ. ഷോക്ക് കിട്ടിയ അവന്മാർ ഓടുകയാണോ? നിങ്ങളെന്താ പിടിക്കാൻ വരാത്ത? ഓ, ഇതിന്റെ മുകളിൽ ഒന്ന് വെട്ടിവെക്കാണല്ലേ. എൻ്റെ മുകളിൽ ഒരുത്തനും കൂടെ ഉണ്ട്. അവനെ തീർക്കണം. ഓക്കെ, അവൻ്റെ കാര്യം തീർന്നു. ഏകദേശം തീർന്നു തോന്നുന്നു. കാറും കൂടെ തീർന്നു. ഏകദേശം തീർന്നിട്ടാ. ഇനി നമുക്ക് സാധനം എടുക്കാം. സാധനം ആ കപ്പലിലുള്ളത് അല്ലേ? പോട്ടെ, ഭാഗ്യം. ആ ചത്തെടുക്കും. ഒന്ന് പേടിച്ച്. ഇപ്പൊ വെള്ളത്തിൽ പോയാനോ ബില്ല് ഒരു ചാട്ടം. ഇതാണോ? ഈ ചെറിയൊരു ബോക്സിന് വേണ്ടിയിട്ടാണോ? ഡെലിവർ ദ പ്രൊഡക്റ്റ് ദ നൈറ്റ് ക്ലബ് ഗ്യാരേജ്. ഇതിപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, കൊടുക്കാം. വെള്ളത്തിലിറങ്ങിയിട്ട് വെട്ടിക്കൊണ്ട് ഉണ്ടയൊക്കെ ഒന്ന് എടുത്ത് കളയണം. മേത്ത് നിറച്ചും ചോരയാണ്. ഈ ഒരു സാധനം എടുക്കാൻ വേണ്ടി അമ്മാരി വെട്ടിയാ കൊണ്ടത്. ഇവിടെ വണ്ടി അവിടെ തന്നെ ഉണ്ട്. വണ്ടി അവന്മാർ ബാക്കി വെച്ചെന്തായാലും. ഇനി 8 മിനിറ്റ് സമയം കൊണ്ട് തിരിച്ചു പോകണം. ഓക്കെ, 6 മിനിറ്റ് കൊണ്ട് നമ്മൾ മിഷൻ തീർത്തു. ഇനി തിരിച്ചു പോകാനല്ലേ ഉള്ളൂ. ആ നൈറ്റ് ക്ലബ് ഗ്യാരേജ് എവിടെയാണെന്നറിയില്ല. രണ്ടെണ്ണങ്ങളും കൂടെ വരുന്നുണ്ട് വണ്ടിയിൽ. ഇവന്മാർ തീർന്നില്ലേ? വണ്ടി ഇടിച്ച് പൊളിക്കുക. രക്ഷപ്പെട്ടാലോ? രക്ഷപ്പെട്ടുകളെ. കിടന്നൊക്കെ വെട്ടിവെക്കണ്ട. പോവാ, അവിടെ നിന്ന് വെട്ടിവെക്കണ്ട. പോവാ. പണ്ട് കുത്തി, അതിനും കുത്തി. നമുക്ക് അത്യാവശ്യം സമയമില്ലാത്തത് കൊണ്ടും മാത്രമാണ് അവന്മാർ വെറുതെ വിട്ടു കേട്ടോ. അത് പോകുന്ന വഴിക്ക് മിഷൻ തീർക്കാൻ വേണ്ടി ടൈം ഉണ്ടെങ്കിൽ വഴി മാറിപ്പോയല്ലോ. തിരികെ മിഷൻ തീർക്കാൻ വേണ്ടി ടൈം ഉണ്ടെങ്കിൽ നിങ്ങളെ തീർക്കൂടാ. വെട്ടി അങ്ങോട്ടും കിട്ടും. നല്ല കിട്ടുന്നുണ്ട് കേട്ടോ വെടി. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഈ സാധനം കൊണ്ടേ കൊടുക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ അവസാനം സാധനം ഇല്ല, ചത്ത് വെറുതെ എത്ര റുപ്യങ്ങാനും മുടക്കിയിട്ട് ജാക്കറ്റും ഇതൊക്കെ വാങ്ങിയതാ. ആ പൈസയെങ്കിലും മുതലാക്കണ്ടേ. വണ്ടി ഓടിക്കില്ല ഞാനൊരു പുലി തന്നെ. ഈ പറഞ്ഞ് തീരണ്ട, അപ്പം തീരും. അപ്പം കൊണ്ടേ കുത്തും കേട്ടോ. ബൈക്കൊക്കെ എടുത്ത് മാറ്റിക്കോ. പോസ്റ്റ് പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ചേട്ടാ നോക്കിയൊക്കെ എടുക്കട്ടെ വണ്ടി. ഒരു വലിയ പോസ്റ്റ് വെറുതെ വെച്ച്. ഓക്കെ, സമയമുണ്ട് കേട്ടോ എത്താനായിട്ട്. അവന്മാർ എൻ്റെ പുറകെ വരുന്നുണ്ട്. എന്നാൽ ഇനി അവന്മാർ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. വാടാ വാ. ചേച്ചി ചുട്ടമ്പരം വന്നോ? ഇതൊക്കെ കളി ഞാൻ ഇപ്പം തീർത്ത് തരാം. ചേച്ചി മിണ്ടാണ്ടിരിക്കെ. അങ്ങനെ അവന്മാർ തീർന്നു. നല്ല തന്നെ. ഞാൻ സമയമില്ലാന്ന് വിചാരിച്ചിട്ട് നേരത്തെ കൊല്ലാണ്ട് വിട്ടാ. അപ്പോൾ അവന്മാർ വിചാരിച്ചു എനിക്ക് പേടിയാണ്.
നല്ല വണ്ടിയായിരുന്നു. ബ്രേക്ക് ശരിയല്ല, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ നോക്കി. ഓക്കെ, മിഷൻ സക്സസ്. നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. ഇത്രയും പണിയെടുത്തതിന് എത്രയാണ്? $1,38,125. $1,38,125 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കളി നിർത്തുകയാണ്. നമുക്ക് അടുത്ത മിഷനിൽ കാണാം.